പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂളില വളരെ പ്രധാനപ്പെട്ട ഒരു റൂളായിട്ടുള്ള റൂള് 35A ആണ്. ഏതാണ് റൂള് 35A? എന്താണ് റൂള് 35 എന്ന് പറയുന്നത്? 35A എന്താണ്? റൂള് 35A എന്താണ്? പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് സൊസൈറ്റീസ് ബൈ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. എന്താണ് പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ? അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് ഇലക്ഷൻ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പറയുന്ന റൂളാണ് ഇത്. റൂള് 35A. ആര് നടത്തുന്നത്? ബൈ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, അപ്പം സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഇലക്ഷൻ നടപടിക്രമങ്ങൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് നടത്തുന്ന ഇലക്ഷൻ നടപടിക്രമങ്ങൾ പറയുന്ന റൂളാണ് ഇത്. റൂള് 35. മുമ്പ് ഇത് റൂള് 35 ആയിരുന്നു. അത് അന്ന് നടത്തുന്ന രജിസ്ട്രാർ ആയിരുന്നു. റൂള് 35 ആയിരുന്ന സമയത്ത് ആരായിരുന്നു ഇലക്ഷൻ നടത്തിയിരുന്നത്? രജിസ്ട്രാർ ആണ്. ഇപ്പൊ ആ റൂള് 35 ഒമിറ്റ് ചെയ്തു. പകരം ഇപ്പോൾ റൂള് 35A ആണ്. അതായത് ഇലക്ഷൻ നടപടിക്രമങ്ങൾ ആരുടെയാ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്, ഒരു ഏരിയ ആണിത്. പല ക്വസ്റ്റ്യൻസും പലപ്പോഴും CSEB എക്സാമുകൾക്കായിക്കോട്ടെ PSC എക്സാമിനായിക്കോട്ടെ പലതവണ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളുള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 31/12/2024 വന്ന റൂള് ഭേദഗതിയോടുകൂടിയാണ് നമ്മൾ ഈ ഒരു ഏരിയ എടുക്കുന്നത്. ഓക്കെ, നോക്കിക്കേ. The election of the members to the committee of societies by the state cooperative election commission shall be conducted in the following manner. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷൻ നടത്തുന്നത് ആരാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. സെക്ഷൻ 28B റൂള് 35Bയിൽ പറയുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്ത് നടത്തുന്നത്? ഇലക്ഷൻ പ്രൊസീജിയർ. എവിടെ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിലേക്കുള്ള ഇലക്ഷൻ നടപടിക്രമങ്ങൾ നടത്തുന്ന ആരാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. ഓക്കെ, ആ നടപടിക്രമങ്ങളാണ് പറയുന്നത്. നോക്കിക്കേ. The committee shall meet at least 60 days prior to the date of expiration of its term and pass a resolution fixing the date, time and place for the conduct of election to the new committee. ആരാണ്? The committee in office, നിലവിലത്തെ കമ്മിറ്റി, അതായത് ഇപ്പോൾ അധികാരത്തിലുള്ള കമ്മിറ്റി മീറ്റ് ചെയ്യണം. അവരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കണം. അറ്റ്ലീസ്റ്റ് 60 days, ഇമ്പോർട്ടൻ്റ് ആണ്, 60 days prior to the date of expiration of its term. അവരുടെ കാലാവധി കഴിയുന്നതിന് 60 ദിവസം മുമ്പ് നിലവിലത്തെ കമ്മിറ്റി എന്ത് ചെയ്യണം? ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കണം. അവരുടെ കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചു ചേർക്കണം. ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ട്? ആൻഡ് പാസ് എ റെസൊല്യൂഷൻ, ഒരു പ്രമേയം പാസ്സാക്കണം. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? ഫിക്സിംഗ് ദ ഡേറ്റ്, ടൈം ആൻഡ് പ്ലേസ് ഫോർ the conduct of election to the new committee. പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനുള്ള ഡേറ്റ്, ടൈം, പ്ലേസ് ഇവ നിശ്ചയിക്കുന്ന ഒരു പ്രമേയം നിലവിലത്തെ കമ്മിറ്റി എന്ത് ചെയ്യണം? പാസ്സാക്കണം. അവരുടെ കാലാവധി കഴിയുന്നതിന് 60 ദിവസം മുമ്പ്. ഓക്കെ, പറയുന്നുണ്ട്. A copy of such resolution shall be sent to the state cooperative election commission. ആ പാസ്സാക്കിയ പ്രമേയത്തിന്റെ കോപ്പി ആർക്ക് അയച്ചു കൊടുക്കണം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുക്കണം. ആ പാസ്സാക്കിയ പ്രമേയം, ടൈം, ഡേറ്റ്, പ്ലേസ് ഫിക്സ് ചെയ്ത ഇലക്ഷൻ സമയം, ഇലക്ഷൻ ഡേറ്റ്, ഇലക്ഷൻ പ്ലേസ് ഇവ നിശ്ചയിച്ച ആ റെസൊല്യൂഷന്റെ കോപ്പി ആർക്ക് അയച്ചു കൊടുക്കണം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുക്കണം. എങ്ങനെ അയക്കണമെന്നും കൂടെ പറയുന്നുണ്ട്. ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ്, ഒന്നെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ, ഓർ ഇലക്ട്രോണിക് മീഡിയ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ ഇമെയിൽ പോലെയുള്ള ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടോ. എപ്പോഴാണ് അയക്കേണ്ടത്? വിത്തിൻ എ വീക്ക് ത്രൂ ദ രജിസ്ട്രാർ. വിത്തിൻ എ വീക്ക്, ഒരാഴ്ചക്കുള്ള അയക്കണം. വിത്തിൻ എ വീക്ക് ആര് വഴി? ത്രൂ ദ രജിസ്ട്രാർ. അപ്പൊ ഇതിന്റെ ഒരു അറിയിപ്പും കൂടെ ആർക്ക് കൊടുക്കണം?
രജിസ്ട്രാർക്ക് കൂടെ കൊടുക്കണം. അതാണ് ത്രൂ രജിസ്ട്രാർ വിത്തിൻ എ വീക്ക് എന്ത് ചെയ്യണം, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് ആ റെസൊല്യൂഷന്റെ കോപ്പി അയച്ചു കൊടുക്കണം. ഇതാണ് റൂള് 35 സബ് റൂൾ 1 പറയുന്നത്. നിലവിലത്തെ കമ്മിറ്റി അവരുടെ കാലാവധി തീരുന്നതിന് 60 ദിവസം മുമ്പ് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ആ മീറ്റിംഗിൽ വെച്ചിട്ട് ഒരു പ്രമേയം പാസാക്കി. ആ പ്രമേയത്തിലൂടെ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനുള്ള ടൈം, ഡേറ്റ്, പ്ലേസ് ഇവ നിശ്ചയിച്ചു. ദെൻ ആ പ്രമേയത്തിന്റെ കോപ്പി ഏത് ഡേറ്റിനാണോ പ്രമേയം പാസാക്കിയത് ആ ഡേറ്റ് മുതൽ ഒരാഴ്ചക്കുള്ളിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുക്കണം. ആര് വഴി അയച്ചു കൊടുക്കേണ്ടത്? ത്രൂ ദ രജിസ്ട്രാർ. ആര് വഴിയാണ്? രജിസ്ട്രാർ മുഖാന്തരം വേണം ഈ ഒരു അറിയിപ്പ്, ഈ ഒരു റെസൊല്യൂഷന്റെ കോപ്പി ആരിലേക്ക് എത്താൻ? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിലേക്ക് എത്താൻ. ഇതാണ് റൂള് 35 സബ് റൂള് 1 പറയുന്നത്. ഇനി നോക്കിക്കേ, രജിസ്ട്രാർ, അതിനൊരു എക്സ്പ്ലനേഷൻ കൂടി പറയുന്നുണ്ട്. രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ആരാണ് രജിസ്ട്രാർ, ആര് മുഖാന്തരമാണെന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് രജിസ്ട്രാർ മീൻസ്, രജിസ്ട്രാർ എന്ന് പറയുന്നത് ഇവിടെ ത്രൂ രജിസ്ട്രാർ എന്ന് പറഞ്ഞില്ലേ, ആ രജിസ്ട്രാർ എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് എ സൊസൈറ്റി ഹാവിംഗ് സ്റ്റേറ്റ് വൈഡ് ജൂറിസ്ഡിക്ഷൻ ഓർ ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ഓവർ മോർ ദാൻ 1 ഡിസ്ട്രിക്ട്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ സംസ്ഥാനം മുഴുവൻ ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം ജില്ലകളിൽ ഉണ്ടെങ്കിൽ രജിസ്ട്രാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, രജിസ്ട്രാർ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയാണ്. രജിസ്ട്രാർ എന്ന് വെച്ചാൽ ആരാണ്? RCS ആണ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. എങ്ങനെയാണെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ സംസ്ഥാനം മുഴുവൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇത് കൂടാതെ ഒന്നിലധികം ജില്ലകളിലാണെങ്കിൽ ഇവിടെ ത്രൂ ദ രജിസ്ട്രാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആര് മുഖാന്തരം? RCS മുഖാന്തരമാണ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ്. അത് മുഖാന്തരമാണ് ഈ റെസൊല്യൂഷന്റെ കോപ്പി പോകേണ്ടത്. അടുത്ത് പറയുന്നുണ്ട് ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് വേർ ദ ജൂറിസ്ഡിക്ഷൻ വിച്ച് ഈസ് കൺഫൈൻഡ് ടു 1 ഡിസ്ട്രിക്ട്. ഒരു സംഘത്തിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അധികാരപരിധി ഒരു ജില്ലയിൽ നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആൻഡ് ഇൻ ദ കേസ് ഓഫ് പ്രൈമറി സൊസൈറ്റി, ഇത് കൂടാതെ പ്രാഥമിക സംഘങ്ങളുടെ കേസിലെ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് വിച്ച് എക്സീഡ് 1 സർക്കിൾ, ദ ജോയിന്റ് രജിസ്ട്രാർ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കൺസേൺഡ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഒരു സംഘത്തിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ജില്ലയിൽ നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പ്രൈമറി സൊസൈറ്റി അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അധികാരപരിധി വെച്ച് എക്സീഡ് 1 സർക്കിൾ, ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ ഒരു താലൂക്കാണ്, ആ താലൂക്ക് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബട്ട് ഒരു ജില്ല മുഴുവൻ ഉണ്ട്, ഒരു ജില്ല ഉണ്ടെങ്കിൽ, ദെൻ ഒരു താലൂക്ക് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു സർക്കിൾ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ജോയിന്റ് രജിസ്ട്രാറെയാണ്. ആരാണ് രജിസ്ട്രാർ? ജോയിന്റ് രജിസ്ട്രാർ ആണ്. അടുത്തത് ഇൻ ദ കേസ് ഓഫ് പ്രൈമറി സൊസൈറ്റി ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് വിച്ച് ഡസ് നോട്ട് എക്സീഡ് 1 സർക്കിൾ. ഒരു പ്രാഥമിക സംഘം അതിന്റെ അധികാര പരിധി എന്ന് പറയുന്നത് ഒരു താലൂക്ക് എക്സീഡ് ചെയ്യുന്നില്ല എങ്കിൽ, വിത്തിൻ എ താലൂക്ക് ആണെങ്കിൽ എന്താണ്? ദ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് ദ സർക്കിൾ കൺസേൺഡ്. അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ് ഇവിടെ രജിസ്ട്രാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഒരു ഒന്നിലധികം ജില്ല സംസ്ഥാനം മുഴുവൻ ഉണ്ടെങ്കിൽ RCS തന്നെയാണ്. ദെൻ ഒരു സർക്കിൾ എക്സീഡ് ചെയ്യുന്നു, ഒരു താലൂക്ക് എക്സീഡ് ചെയ്യുന്നു, ഒരു ജില്ലക്കുള്ളിലാണെങ്കിൽ ജോയിന്റ് രജിസ്ട്രാർ. അതുപോലെ തന്നെ ഒരു സർക്കിൾ, ഒരു താലൂക്ക് എക്സീഡ് ചെയ്യുന്നില്ലെങ്കിലോ അസിസ്റ്റന്റ് രജിസ്ട്രാർ. അപ്പം രജിസ്ട്രാർ എന്ന് പറയുന്ന പ്രയോഗം ഈ ഒരു കേസിൽ അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷനെ അടിസ്ഥാനപ്പെടുത്തി മാറിക്കൊണ്ടിരിക്കും. ആ ഒരു എക്സ്പ്ലനേഷൻ കൂടി റൂള് 35 സബ് റൂള് 1 തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് 1A. ഇവിടെ പറയുന്നുണ്ട് ദ കമ്മിറ്റി ഓഫ് എ റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ഓവർ മോർ ദാൻ 1 ഡിസ്ട്രിക്ട്. ഇവിടെ നമ്മൾ പറയുന്നത് 1A റൂള് 35 1A പറയുന്നത് RCMPUവിന്റെ ഇലക്ഷൻ സംബന്ധമായ കാര്യങ്ങളാണ്. ഓക്കെ, ദ കമ്മിറ്റി ഓഫ് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ അധികാരപരിധി ഓവർ മോർ ദാൻ 1 ഡിസ്ട്രിക്ട്, ഒന്നിലധികം ജില്ലകളിൽ ഉണ്ടെങ്കിൽ ഷാൾ മീറ്റ് അറ്റ്ലീസ്റ്റ് 60 days prior to the date of expiry of its term. അവരുടെ കാലാവധി, RCMPUവിന്റെ നിലവിലത്തെ മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി കഴിയുന്നതിന് 60 ദിവസം മുമ്പ് മീറ്റിംഗ് വിളിച്ചു ചേർത്ത്
ആൻഡ് പാസ് എ റെസൊല്യൂഷൻ, ഒരു പ്രമേയം പാസ്സാക്കി, ഫിക്സിംഗ് ദ ഡേറ്റ് ടൈം പ്ലേസ് ഫോർ ദ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദ ന്യൂ കമ്മിറ്റി, പുതിയ കമ്മിറ്റിയിലേക്കുള്ള ടൈം, ഡേറ്റ്, പ്ലേസ് ഇവ നിശ്ചയിക്കുന്ന പ്രമേയം RCMPUവിന്റെ ഇപ്പോഴത്തെ കമ്മിറ്റി പാസ്സാക്കേണ്ടതും. The place for the conduct of election shall be fixed in such a way that the members of a particular revenue district will get an opportunity to cast their vote if required in a convenient place of that particular revenue district itself. അതായത് ഈ പ്ലേസ് നിശ്ചയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു RCMPUവിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നിലധികം ജില്ലകളാണ്. അപ്പം ഓരോ ജില്ലകളിലെയും ആൾക്കാർക്ക്, അതിലെ അംഗങ്ങൾക്ക് വ്യക്തമായിട്ട് വന്ന് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൺവീനിയന്റ് പ്ലേസ് ആയിരിക്കും നിശ്ചയിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലേസ് വേണം നിശ്ചയിക്കാൻ. ഓക്കെ, അപ്പൊ ഇൻ എ കൺവീനിയന്റ് പ്ലേസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ റവന്യൂ ഡിസ്ട്രിക്ട് ഇറ്റ്സെൽഫ്. ഞാൻ പറയുന്നുണ്ട്, എ കോപ്പി ഓഫ് സച്ച് റെസൊല്യൂഷൻ ഷാൾ ബി സെൻഡ് ടു ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ത്രൂ ദ രജിസ്ട്രാർ ഓഫ് ഡയറി കോഓപ്പറേറ്റീവ്സ് വിത്തിൻ എ വീക്ക് ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ്. അപ്പൊ എന്താ പറഞ്ഞത്, ഒരു RCMPUവിന്റെ ഇലക്ഷൻ സംബന്ധമായ നോട്ടിഫിക്കേഷൻ ആർക്ക് അയച്ചു കൊടുക്കണം? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുക്കണം. അപ്പോൾ ഒരു RCMPUവിന്റെ ഇലക്ഷൻ നടത്തുന്ന ആര് തന്നെയാണ്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. എപ്പോഴാണ് അയക്കേണ്ടത്? ഏത് ഡേറ്റിനാണോ ഈ പ്രമേയം പാസ്സാക്കിയത് ആ ഡേറ്റ് മുതൽ ഒരാഴ്ചക്കുള്ളിൽ അയച്ചു കൊടുക്കണം. ആർക്ക് അയച്ചു കൊടുക്കണം? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുക്കണം. അപ്പൊ നമുക്കറിയാം ഇതൊരു ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഇവിടെ ഫങ്ഷണൽ രജിസ്ട്രാർ ആണുള്ളത്. ആരാണ് ഫങ്ഷണൽ രജിസ്ട്രാർ? രജിസ്ട്രാർ ഓഫ് ഡയറി കോഓപ്പറേറ്റീവ്സ്. അതായിരിക്കും ഡയറക്ടർ ഡയറി ആയിരിക്കും. വിത്തിൻ എ വീക്ക്, അതൊക്കെ പഴയതുപോലെ തന്നെ വിത്തിൻ എ വീക്ക് ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കണം. ഇതാണ് 1A പറയുന്നത്. RCMPUവിന്റെ ഇലക്ഷൻ സംബന്ധമായ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ദെൻ 2 പറയുന്നു, നോക്കിക്കേ. 2 എന്താ പറഞ്ഞത്? കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ മേ ഓൺ റെസിപ്റ്റ് ഓഫ് സച്ച് റെസൊല്യൂഷൻ, ആ സംഘങ്ങൾ നൽകിയ റെസൊല്യൂഷന്റെ കോപ്പി ആർക്ക് കിട്ടി? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ലഭിച്ചാൽ റിട്ടേണിംഗ് ഓഫീസർ ഫ്രം among the officers of the concerned administrative department for the conduct of election, ആര് അപ്പോയിന്റ് ചെയ്യും? റിട്ടേണിംഗ് ഓഫീസർ അപ്പോയിന്റ് ചെയ്യും. ആര്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ റിട്ടേണിംഗ് ഓഫീസർ അപ്പോയിന്റ് ചെയ്യും. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ മേ ഓൺ റെസിപ്റ്റ് ഓഫ് സച്ച് എ റെസൊല്യൂഷൻ അപ്പോയിന്റ് ആരെയാണ്? റിട്ടേണിംഗ് ഓഫീസർ, വരണാധികാരി അപ്പോയിന്റ് ചെയ്യും. ഫ്രം among the officers of the concerned administrative department, അതാത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമായിരിക്കും ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്നത്. Then പറയുന്നുണ്ട്, the returning officer so appointed may be given such remuneration as may be fixed by government from time to time. ഈ റിട്ടേണിംഗ് ഓഫീസർക്ക് പ്രതിഫലം എന്ന് പറയുന്നത് ആരാ നിശ്ചയിക്കുന്നത്? റിട്ടേണിംഗ് ഓഫീസർ സോ അപ്പോയിന്റഡ് മേ ബി ഗിവൻ സച്ച് റെമ്യൂണറേഷൻ ആസ് മേ ബി ഫിക്സഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് സമയാസമയങ്ങളിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് നിശ്ചയിക്കുന്ന പ്രതിഫലം എന്താണോ ആ പ്രതിഫലം ആർക്ക് ലഭിക്കും? റിട്ടേണിംഗ് ഓഫീസർക്ക് ലഭിക്കുന്നതാണ്. ആരാ ഫിക്സ് ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ്. ദെൻ പറയുന്നുണ്ട്, റിട്ടേണിംഗ് ഓഫീസർ ഷാൾ ടേക്ക് necessary steps for the conduct of election and the committee shall render all necessary assistance to the returning officer for the conduct of election to the committee. എന്താണ് ഇനി ഇലക്ഷൻ സംബന്ധമായ നടപടിക്രമങ്ങൾ ആര് സ്വീകരിക്കും? റിട്ടേണിംഗ് ഓഫീസർ സ്വീകരിക്കും. കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ നിലവിലത്തെ കമ്മിറ്റിയുടെ ചുമതല എന്ന് പറയുന്നത് റിട്ടേണിംഗ് ഓഫീസർക്ക് ആവശ്യമായിട്ടുള്ള സഹായം എത്തിച്ചു കൊടുക്കേണ്ടത്, നൽകേണ്ടത് ആരാണ്? എക്സിസ്റ്റിംഗ് കമ്മിറ്റിയാണ്, നിലവിലത്തെ കമ്മിറ്റിയാണ്. അത് ചെയ്താൽ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആര് എടുത്തുകൊള്ളും? റിട്ടേണിംഗ് ഓഫീസർ സ്വീകരിച്ചുകൊള്ളും. ഓക്കെ, ഇതാണ് എവിടെ പറയുന്നത്? 35A(2) പറയുന്നു. ഓക്കെ, അപ്പൊ 35A(1) RCMPUവിനെ സംബന്ധിക്കുന്ന ഇലക്ഷൻ. 2 നമ്മൾ പറഞ്ഞു, ഈ റെസൊല്യൂഷന്റെ കോപ്പി കിട്ടിയാൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യും? പറഞ്ഞു, എന്താ ചെയ്യും? റിട്ടേണിംഗ് ഓഫീസർ അപ്പോയിന്റ് ചെയ്യും. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് റിട്ടേണിംഗ് ഓഫീസർ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ RCMPU ആണെങ്കിൽ ഡയറി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. നമ്മുടെ PSCS പോലെയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരായിരിക്കും. അപ്പൊ അതാണ് കൺസേൺഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉദ്യോഗസ്ഥരെ അപ്പോയിന്റ് ചെയ്യും. അവരുടെ പ്രതിഫലം ആര് നിശ്ചയിക്കും? ഗവൺമെന്റ് ആയിരിക്കും പ്രതിഫലം നിശ്ചയിക്കുന്നത്.
കമ്മിറ്റിയുടെ ചുമതല എന്ന് പറയുന്നത് ഇലക്ഷൻ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർക്ക് എന്ത് സഹായമാണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആർക്കുണ്ട്? നിലവിലത്തെ ഇപ്പോൾ അധികാരത്തിലുള്ള കമ്മിറ്റിക്കുണ്ട്. ഓക്കെ, ഇതാണ് 35A(2) പറയുന്നത്. അടുത്ത നോക്കിക്കേ, 35A(2) നമുക്കറിയാം അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും? RCMP ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും. നോക്കിക്കേ, the state cooperative election commission may on receipt of the resolution under sub rule 1 നമ്മൾ പറഞ്ഞു ഏതാണ്? RCMP ആയിട്ട് ബന്ധപ്പെട്ടതാണ്. റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. appoint a returning officer from among the officers of the concerned administrative department. അതേതാണ്? ഡയറി ഡിപ്പാർട്ട്മെന്റ് ആണ് for the conduct of election. ഇലക്ഷൻ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് the returning officer so appointed may be given such remuneration as may be fixed by government from time to time. ഇവിടെയും 2A പ്രകാരം RCMPന്റെ ഇലക്ഷൻ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോയിന്റ് ചെയ്യുന്ന റിട്ടേണിംഗ് ഓഫീസറിന്റെ പ്രതിഫലം ആര് നിശ്ചയിക്കും? ഗവൺമെന്റ് നിശ്ചയിക്കും. The returning officers shall take necessary steps for the conduct of election. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ, അത്യാവശ്യ നടപടികൾ ആര് സ്വീകരിക്കും? റിട്ടേണിംഗ് ഓഫീസർ സ്വീകരിക്കും. And the committee shall render all necessary assistance to the returning officer for the conduct of election to the committee. കമ്മിറ്റിയുടെ ചുമതല എന്താണ്? റിട്ടേണിംഗ് ഓഫീസർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഇലക്ഷൻ സംബന്ധമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെയും പഠിച്ചത്. അപ്പം ഇവിടെ നമ്മൾ RCMPന്റെ കേസ് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ആ കാര്യം പറയുന്നത്. പ്രൊസീജിയർ ഒന്ന് തന്നെയാണ്. അവിടെ കൺസേൺഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇവിടെ RCMPന്റെ കേസിൽ ഏതായിരിക്കും? ഡയറി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഒരു വ്യത്യാസം. Then 35(3) The State Cooperative Election Commission shall notify the details of election to the committee of the society. അതായത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ആര് തയ്യാറാക്കും? ഇലക്ഷൻ വിജ്ഞാപനം ആര് തയ്യാറാക്കും? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കും ഇലക്ഷൻ വിജ്ഞാപനം. ഓക്കെ, സംഘത്തിന്റെ കമ്മിറ്റിയിലേക്കുള്ള ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള വിജ്ഞാപനം ആരാ തയ്യാറാക്കുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ് തയ്യാറാക്കുന്നത്. ഓക്കെ, ദെൻ ആ വിജ്ഞാപനം ടു വെർനാക്കുലർ ഡെയിലീസ് ഹാവിംഗ് വൈഡ് സർക്കുലേഷൻ ഇൻ ദി ഏരിയ. ആ സംഘത്തിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷനിലെ പ്രജല പ്രചാരത്തിലുള്ള വൈഡ് സർക്കുലേഷനുള്ള 2 പ്രാദേശിക ദിനപത്രത്തിൽ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. A copy of the information shall also be affixed on the notice board of the head office and the branches if any of the society. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ സംബന്ധിക്കുന്ന അതിന്റെ ഒരു പകർപ്പ്, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ സംബന്ധിക്കുന്ന അതിന്റെ ഒരു കോപ്പി സംഘത്തിന്റെ ഹെഡ് ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെയും, ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ബ്രാഞ്ചിന്റെ നോട്ടീസ് ബോർഡിൽ എന്ത് ചെയ്യും? അത് പ്രസിദ്ധീകരിക്കണം. ഓക്കെ, ഇതാണ് യൂഷ്വലി നടത്തിയിരിക്കേണ്ട പ്രൊസീജിയർ. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ആരാ തയ്യാറാക്കുന്നത്? റൂള് 35(3) അനുസരിച്ച് ആര് തയ്യാറാക്കും? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കും. ഇനി നമുക്ക് അറിയേണ്ട കാര്യം, ഇലക്ഷൻ നോട്ടിഫിക്കേഷനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണുള്ളത്? എന്തൊക്കെയാണ് ഇലക്ഷൻ നോട്ടിഫിക്കേഷന്റെ കണ്ടന്റ്? എന്താണ് ഉള്ളടക്കം? എന്താണ് നോക്കിയാ പറയുന്നുണ്ട്. 1, the number of vacancies to be filled up by the election. ഒന്നാമത്തെ കാര്യം അതാണ് ഇലക്ഷൻ നോട്ടിഫിക്കേഷനകത്തുള്ള ആദ്യത്തെ കാര്യം. The number of vacancies to be filled up by election. ഇലക്ഷനിലൂടെ നികത്തപ്പെടേണ്ട വേക്കൻസിയുടെ എണ്ണം എത്രയാണ്? നമുക്കറിയാം, ഒരു പ്രൈമറി സൊസൈറ്റി ആണെങ്കിൽ നോട്ട് ലെസ് ദാൻ 7 ആൻഡ് നോട്ട് എക്സീഡിങ് 15 ആണ്. അപ്പൊ 15 പേര്, അതാണ് വേക്കൻസി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞത്? ഇതുപോലെ നമ്പർ ഓഫ് വേക്കൻസീസ് ടു ബി ഫിൽഡ് അപ്പ് ബൈ ഇലക്ഷൻ, ഇലക്ഷനിലൂടെ നികത്തപ്പെടേണ്ട വേക്കൻസിയുടെ എണ്ണം എത്രയാണ്? അതാണ് ഒരു കാര്യം. 2, any area or constituency that is specified in the bylaw from which members are to be elected. ഏതെങ്കിലും പ്രത്യേക മണ്ഡലത്തിൽ നിന്ന് മെമ്പേഴ്സിന് ഇലക്ട് ചെയ്യണം എന്ന് ബൈലോയിൽ പറയുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസും ഏതിനകത്ത് പറയും? ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ. ഏതെങ്കിലും പെർട്ടിക്കുലർ ഏരിയയോ കോൺസ്റ്റിറ്റ്യുവൻസിയോ ഈ പറഞ്ഞ പോലെ കാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുക്കപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതും ഇവിടെ പറയും, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അത് പറയും. 3, the date on which and the place at which the preliminary notification of the list of members
qualified to vote as the voter shall be published. അതായത് ഏത് ഡേറ്റില് എവിടെയാണ് പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്? പ്രിലിമിനറി ലിസ്റ്റ് ഓഫ് വോട്ടേഴ്സ്, പ്രാഥമിക വോട്ടർ പട്ടിക ഏത് ഡേറ്റില് എവിടെ പ്രസിദ്ധീകരിക്കും? ഓക്കെ, അതും ഏതിനകത്ത് പറയും? ഇലക്ഷൻ നോട്ടിഫിക്കേഷനകത്ത് പറയും. Then അടുത്തത്, the dates between which objection shall be filed and the date on which the hours between which and the place at which the objections, if any, shall be scrutinized. പ്രാഥമിക വോട്ടർ പട്ടികയിലെ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് എപ്പോൾ കൊടുക്കണം? ആ കംപ്ലൈന്റ് ഈ പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ഡേറ്റ് മുതൽ എത്ര ദിവസത്തിനകം കൊടുക്കണം? ഇനി അതേപോലെ തന്നെ ആ കൊടുത്ത ഒബ്ജക്ഷൻസ് ഏത് ഡേറ്റില് എത്ര മണിക്ക് എവിടെ വെച്ചിട്ടാണ് ആ ഒബ്ജക്ഷൻസ് എന്ത് ചെയ്യുന്നത്? സ്ക്രൂട്ടനൈസ്, സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ആ കംപ്ലൈന്റുകൾ, ആ ഒരു ഒബ്ജക്ഷൻസ് കേട്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എപ്പോൾ സ്വീകരിക്കും? അതും എവിടെ പറയും? ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അത് പറയും. അപ്പൊ ഏത് ഡേറ്റില് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എവിടെ പ്രസിദ്ധീകരിക്കുന്നു പറയും. അതുകൂടാതെ ആർക്കെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ എപ്പോഴാണ് ഈ ഒബ്ജക്ഷൻസ് ഫയൽ ചെയ്യേണ്ടത്? ആ ഒബ്ജക്ഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എവിടെ വെച്ചിട്ടാണ് പരിഹരിക്കുന്നത്? ഏത് ഡേറ്റിൽ പരിഹരിക്കും? ഇതും ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ നോട്ടിഫിക്കേഷനകത്ത് ഉണ്ടാവും. പൊതുവെ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ഡേറ്റ് മുതൽ 7 ദിവസത്തിനുള്ളിൽ ഒബ്ജക്ഷൻസ് ഡീൽ ചെയ്യണമെന്നാണ്. ഓക്കെ, ദെൻ അടുത്തത് അഞ്ചാമത്തെ പോയിന്റ്, the date on which and the place at which the final voters list shall be published. പ്രാഥമിക വോട്ടർ പട്ടികയിലെ അപാകതകൾ പരിഹരിച്ചതിന് ശേഷം ഏത് ഡേറ്റില് എവിടെ ഏത് പ്രസിദ്ധീകരിക്കും? ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതായത് അന്തിമ വോട്ടർ പട്ടിക എവിടെ, ഏത് ഡേറ്റില് എവിടെയാണ് പ്രസിദ്ധീകരിക്കുന്നത്? അതും എവിടെ പറയും? ഇലക്ഷൻ നോട്ടിഫിക്കേഷനകത്ത് പറയും. ദെൻ അടുത്തത് ആറാമത്തെ പോയിന്റ്, the date on which ഏത് ഡേറ്റില്, the place at which ഏത് സ്ഥലത്ത്, and the hours between എത്ര മണിക്കിടയിൽ, which nomination paper shall be filed by the contesting candidate or by his proposer or seconder. മത്സരാർത്ഥിയോ അയാളെ പിന്താങ്ങുന്നയാളോ അല്ലെങ്കിൽ അയാളെ നിർദ്ദേശിക്കുന്നയാളോ, മത്സരാർത്ഥിക്ക് നേരിട്ട് നോമിനേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ പ്രപ്പോസർ വഴി കൊടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡറി വഴി കൊടുക്കാം. അത് ഏത് ഡേറ്റില് ഏത് സ്ഥലത്ത് എത്ര മണിക്കുള്ളിൽ കൊടുക്കണം? ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ അതിനകത്ത് പറയും. ഇത്ര ഡേറ്റില് 5 മണിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യണം? നോമിനേഷൻ സമർപ്പിക്കേണ്ടതാണ്. അതിനുശേഷം വരുന്ന നോമിനേഷൻ സ്വീകരിക്കുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള ഏത് ഡേറ്റില് ഏത് പ്ലേസില് എത്ര മണിക്കുള്ളിൽ എന്ത് സബ്മിറ്റ് ചെയ്യണം? നോമിനേഷൻ പേപ്പർ സമർപ്പിക്കണം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. അത് ഇവിടെ പറയും, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അത് പറയും. ഓക്കെ, ദെൻ അടുത്തത്, the date and hour when the nomination paper will be scrutinized. ഏത് ഡേറ്റില് എത്ര മണിക്ക് നോമിനേഷൻ പേപ്പറിന്റെ സൂക്ഷ്മ പരിശോധന നടത്തും? അതും ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ എന്ന് പറയും. അപ്പൊ നോമിനേഷൻ പേപ്പർ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ എന്തുണ്ട്? സ്ക്രൂട്ടണി ഉണ്ട്. അതിന്റെ അടുത്ത ദിവസമായിരിക്കും സ്ക്രൂട്ടണി. അപ്പൊ ഏത് ഡേറ്റില് ഏത് അവറിലാണ് എത്ര മണിക്കുള്ളിൽ എന്ത് നടത്തും? ഈ നോമിനേഷൻ പേപ്പറിന്റെ സ്ക്രൂട്ടണി, സൂക്ഷ്മ പരിശോധന നടത്തും. അതും ഇതിനകത്ത് പറയും, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അത് പറയും. ഓക്കെ, ദെൻ അതേപോലെ the date on which, the place at which and the hours between which polling if necessary will take place. പോളിംഗ് എന്ന് വെച്ചാൽ ഇലക്ഷൻ ആണ്, വോട്ട് അല്ലെങ്കിൽ എന്താ പറയുക, വോട്ടിങ്. അപ്പം ഏത് ഡേറ്റില് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് എത്ര മണിക്കുള്ളിലാണ് വോട്ടിംഗ് if necessary ആവശ്യമെങ്കിൽ നടത്തുന്നത്? കാര്യം കിട്ടിയ വാലിഡ് നോമിനേഷനും അതുപോലെ തന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റിന്റെ എണ്ണവും, അതായത് കിട്ടിയ വാലിഡ് ആയിട്ടുള്ള നിയമസാധുതയുള്ള നോമിനേഷന്റെ എണ്ണവും ആ സംഘത്തിൽ നികത്തപ്പെടേണ്ട വേക്കൻസിയുടെ എണ്ണവും തുല്യമാണെങ്കിൽ there is no need for conducting the election. ഇലക്ഷൻ നടത്തേണ്ട കാര്യമില്ല. ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച, വാലിഡ് ആയിട്ടുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച കാൻഡിഡേറ്റ് ആ ഇലക്ഷൻ ഡേറ്റിൽ വിജയിയായിട്ട് അല്ലെങ്കിൽ അവര് തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിച്ചാൽ മതി. തുല്യമാണെങ്കിൽ എപ്പോഴാണ് ഇലക്ഷൻ നടത്തുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന നാമനിർദ്ദേശ പത്രികയുടെ എണ്ണവും വേക്കൻസിയുടെ എണ്ണവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വേക്കൻസിയുടെ എണ്ണത്തെക്കാൾ കൂടുതൽ നാമനിർദ്ദേശ പത്രിക ലഭിച്ചാൽ ഇലക്ഷൻ നടത്തണം.
ഓക്കെ, ഇവിടെ അതാ പറഞ്ഞത്, ഏത് ഡേറ്റില് ഏത് സ്ഥലത്ത് എത്ര മണിക്ക്, ബിറ്റ്വീൻ വിച്ച് പോളിംഗ് ഇലക്ഷൻ ഈഫ് നെസസറി അത്യാവശ്യമെങ്കിൽ വിൽ ടേക്ക് പ്ലേസ് നടത്തും. ഈ കാര്യങ്ങളും ഏതിനകത്ത് പറയും? ഇലക്ഷൻ നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരാ പ്രസിദ്ധീകരിക്കുന്നത്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ എന്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു? എന്തൊക്കെ ഉണ്ടാവും? ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള വേക്കൻസിയുടെ എണ്ണം ഉണ്ടാവും, ഏതെങ്കിലും ഏരിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യണമെങ്കിൽ അത് പറഞ്ഞിരിക്കും. ദെൻ അതുപോലെ തന്നെ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ്, ഒബ്ജക്ഷൻസ്, ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ്, ഏത് ഡേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം, അതിന്റെ സ്ക്രൂട്ടണി, ഇലക്ഷൻ ആവശ്യമെങ്കിൽ എപ്പോൾ നടത്തും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എവിടെ പറയും? ഇലക്ഷൻ നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിരിക്കും. ഓക്കെ, ഇലക്ഷൻ നോട്ടിഫിക്കേഷന്റെ കണ്ടന്റ് മനസ്സിലായല്ലോ. ദെൻ അടുത്തത് 3A പറയുന്നുണ്ട്, ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് വിത്ത് ലെസ് ദാൻ 500 മെമ്പേഴ്സ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ്, വോട്ടേഴ്സ് ലിസ്റ്റിലെ 500 പേരിൽ താഴെയാണ് അംഗങ്ങളുടെ എണ്ണമെങ്കിൽ the state cooperative election commission may intimate each of the members in the final voters list. ആ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ഓരോ അംഗങ്ങളെയും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യണം? ഇലക്ഷൻ സംബന്ധമായ ഇന്റിമേഷൻ, അറിയിപ്പ് കൊടുത്തിരിക്കണം. 500-ൽ താഴെയാണെങ്കിലേ. അതേപോലെ പറയുന്നത് the particulars of the nomination under sub rule 3 by registered post with acknowledgement or speed post or through courier service approved by the High Court of Kerala അല്ലെങ്കിൽ Government of Kerala or in person to be duly acknowledged എന്നാണ്. എന്ത് ചെയ്യണം? ഈ ഇലക്ഷൻ സംബന്ധമായ അറിയിപ്പ് 500-ൽ താഴെയാണെങ്കിൽ, ഭേദഗതിയുള്ള ഏരിയയാണ് കേട്ടോ, 500-ൽ താഴെയാണെങ്കിൽ ഇലക്ഷൻ സംബന്ധമായ അറിയിപ്പ് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ ഹൈക്കോർട്ട് ഓഫ് കേരളയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് കേരളയോ അംഗീകരിച്ചിട്ടുള്ള മറ്റ് രീതിയിലോ എന്ത് ചെയ്യാം? അറിയിപ്പ് കൊടുക്കാം. 500-ൽ താഴെയാണെങ്കിൽ ദെൻ നേരിട്ട് കൊടുത്ത് അവരുടെ ഒപ്പ്, അതിന്റെ എന്താ പറയുക, ഇത് അറിയിപ്പ് കിട്ടി എന്നതിന്റെ തെളിവായിട്ട് അവരുടെ അക്നോളജ്മെന്റ് കൂടി മേടിക്കണമെന്നാണ്. അപ്പൊ ആ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ? അറിയിപ്പ് കൊടുക്കാൻ. എങ്ങനെയാണെങ്കിൽ 500-ൽ താഴെയാണെങ്കിൽ. അപ്പൊ അതിനുള്ള ഒരു ഭേദഗതി വന്നിരിക്കുന്നു. 3A വന്നിരിക്കുന്ന ഭേദഗതി ഇതാണ്. ഫോർ ദ വേർഡ്സ് ലെസ് ദാൻ 500, 500-ൽ താഴെ എന്ന് പറഞ്ഞ ആ ഒരു വാക്കിന് പകരം ലെസ് ദാൻ 500 ദ വേർഡ് നോട്ട് മോർ ദാൻ 1000 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോട്ട് മോർ ദാൻ 1000. ഓക്കെ, അപ്പൊ ഇപ്പോൾ 500 എന്നല്ല പറയുന്നത്, ഇപ്പൊ എന്താ പറഞ്ഞത്? നോട്ട് മോർ ദാൻ 1000. 1000-ൽ കൂടുന്നില്ല എങ്കിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഓരോ മെമ്പേഴ്സിനെ ഇന്റിമേറ്റ് ചെയ്യണം. അതെങ്ങനെ ഇന്റിമേറ്റ് ചെയ്യണം? ഇൻ പേഴ്സണോ ഇന്റിമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ കൊറിയർ സർവീസ് വഴിയോ ഇന്റിമേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു മാതൃകയിലൂടെ അറിയിപ്പ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ മറ്റൊരു ഭേദഗതി കൂടെ ഉണ്ട്. എന്താണ് ഇവിടെ പറയുന്നുണ്ട്? എന്താണ്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ മേ ഇന്റിമേറ്റ് ഈച്ച് ഓഫ് ദ മെമ്പേഴ്സ് ഇൻ ദ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ്. ഇത് കണ്ടോ? ഈ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് കണ്ടോ? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ മേ ഇന്റിമേറ്റ് ഈച്ച് ഓഫ് ദ മെമ്പേഴ്സ് ഇൻ ദ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യണം? ഇനി വായിക്കേണ്ടത് ഈച്ച് ഓഫ് ദ മെമ്പേഴ്സ് ഇൻ ദ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് വായിക്കണം. പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ആണ്, പ്രാഥമിക വോട്ടർ പട്ടികയാണ്. ഓക്കെ, അല്ലാതെ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് അല്ല, പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എന്നാണ് പുതിയ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 31/12/2024 ഭേദഗതി പ്രകാരം പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എന്നാണ് ഇനി വായിക്കേണ്ടത്, അല്ലാതെ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നല്ല. ഭേദഗതിയാണ്. ഓക്കെ, അപ്പൊ ആ 2 ഭേദഗതിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ലെസ് ദാൻ 500-ന് പകരം നോട്ട് മോർ ദാൻ 1000, അതുപോലെ തന്നെ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നതിന് പകരം പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് മാറ്റി വായിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് 3A പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.